നമുക്ക് എവിടെയും ഫൈറ്റ് കൊണ്ട് പ്ലേസ് ചെയ്യാം. പക്ഷെ തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകൾ പറയണം അടിക്കടാവനെന്ന് പറഞ്ഞു. കൈ കുത്തി ഒരു കാലെടുത്ത് അപ്പുറത്തേക്ക് ചാടുമ്പോൾ ഈ മുണ്ടടക്കം ഇങ്ങനെ പറന്ന് വന്ന് റാ ഷേപ്പിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമായിട്ട് വന്ന് ലാൽ സാർ വന്ന് ഇങ്ങനെ നിന്നതും ഷാജി ചേട്ടൻ ക്യാമറ കൊണ്ട് ഒരു ചാർജ് കൂടി കൊടുക്കുകയും ആ നിൽക്കുന്ന നിപ്പിൽ അതാണ് ഓറ. കടുകട്ടിയായിട്ടൊരു മോഹൻലാൽ ഫാനാണ്. ലാലേട്ടൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഫോളോ ചെയ്യാറുള്ളതാണ്. അന്ന് ഞാൻ ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. ആളുകൾ അനൗൺസ് ചെയ്തതും ഈ പറയുന്ന ബെൻസ് വാസു എന്ന് പറയുന്നത് ഒരു സിനിമ നടക്കാൻ പോകുന്നു എന്നും. അപ്പം ഞാനത് ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഞാനത് കമൻ്റ് അടിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇത് എൻ്റെ കയ്യിലോട്ട് വരുമെന്ന് എനിക്കറിയില്ല. മോൻ ഹാപ്പിയാണോ, ഇനി എന്താണ് മോന് വേണ്ടത്? എനിക്കൊരു ഒരു 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 ഉമ്മ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പൊ എത്ര വേണമെങ്കിലും തരാലോ മോനെ, ഞാനിപ്പോ എന്താ ഫോണിൽ കൂടി ഒരു ഉമ്മ വന്നു. ഞാൻ അതല്ല സാർ, നിങ്ങൾ നേരിട്ട് വരുമ്പോ എനിക്കൊരു അത് ഞാൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ ദിവസം അതും സംഭവിച്ചു. എന്റെ കഥയാണ് ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. നിന്നെ കാണാൻ ഈ ജോർജ് സാർ ഈ ഷോയില് വന്നിട്ടുണ്ടേ. നിന്റെ മുമ്പിൽ ഈ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. നീ ജോർജ് സാറിനെ ഇനി കുറെ അറിയാനുണ്ട്. എപ്പോഴും പറയും അതിന്റെ കണ്ണേ ഉള്ളൂ, ബാക്കിയൊന്നും നീ പ്രതീക്ഷിക്കണ്ടെന്ന് പറയാ. ലാലേട്ടന്റെ ഡബ് കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നു, മനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഓക്കെ, ഇനി എനിക്ക് ഒന്നും വേറെ ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട. ആ ഒരു ധൈര്യത്തിൽ ഞാൻ തിയേറ്ററിൽ പോയത് തന്നെ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമ്മുടെയൊക്കെ ജീവിതം ഒരു കടൽ പോലെയാണ്. കടൽ തീരത്ത് പതിഞ്ഞ കാൽപ്പാടുകൾ നമ്മളും. കടൽ ഒരു കവിതയാകുമ്പോൾ ഈ തീരവും തിരമാലകളും എല്ലാം സൗന്ദര്യമാകുന്നു. ഇങ്ങനെ ആ ഒരു സൗന്ദര്യത്തിൽ അലിയുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഇങ്ങനെ സൗന്ദര്യമേറിയ ജീവിത കാഴ്ചകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ടൈറ്റിൽ സ്പോൺസർ ബൈറ്റ് ഹോംസ് ഫോർ, പവേർഡ് ബൈ ഹാർവിയോറ. പ്രേക്ഷകരുടെ മനസ്സ് മനസ്സിലാക്കി, നിങ്ങളുടെ ആ ഇഷ്ടം മനസ്സിലാക്കി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇതിന്റെ സീസൺ 3യുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ ആദ്യ എപ്പിസോഡിൽ നമ്മളോടൊപ്പം സൗന്ദര്യമേറെ ജീവിതകഥയുമായി തരുൺ മൂർത്തി. ഹായ് തരുൺ, വെൽക്കം ടു ദ ഷോ. എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും ഫോൺ നോക്കിയാൽ തരുൺ 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 തരുൺ. ഈ തരുൺ മയമാണ് എല്ലായിടത്തും. ആ തരുൺ മയത്തിലേക്കും ആ വിശേഷങ്ങളിലേക്ക് ഒക്കെ പോകുന്നതിന് മുമ്പേ എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതിനോട് തരുണിന്റെ കാഴ്ചപ്പാട് എന്താണ്? Right now my life is very beautiful. Only right now? അല്ല, ഇപ്പം ഭയങ്കര സൗന്ദര്യം കൂടിയ പോലെ. കാരണം നമ്മൾ വിചാരിക്കാത്ത കുറേ നിമിത്തങ്ങളാൽ വന്ന് സംഭവിച്ചത് അങ്ങനെയാണല്ലോ. ഇപ്പം മറ്റേന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത്, സൗദി ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പറേഷൻ ആവുകയാണെങ്കിൽ എൻ്റെ ഈവൻ മൈ മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ കരിയർ ഒക്കെ നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയതാണ്. ഇതങ്ങനെയല്ല. ഇത് വേറെ ആരൊക്കെയോ പ്ലാൻ ചെയ്ത് ഒരു നിമിത്തം പോലെ വന്ന് ഞാൻ അതിൻ്റെ പാർട്ടായി മോർ ബ്യൂട്ടിഫുൾ ആയതാണ്. അപ്പം എനിക്ക് എന്താ പറയുക, നമ്മൾ ദൈവം അനുഗ്രഹിച്ച് തന്നൊരു മൊമെന്റ് ആയിട്ട് തോന്നുന്നത്. ആ പേര് പോലെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു ജേർണി അല്ലേ. ശരിക്കും അർത്ഥവത്തായ വളരെ ഐശ്വര്യമായ ഒരു പേരും കൂടിയാണ് അത്. ഈ പേരിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ആദ്യം വിചാരിച്ചത് വിന്റേജ് എന്നുള്ളൊരു പേര് അങ്ങനെ വേണോ? ആദ്യം ഈ സിനിമയുടെ പേര് ബെൻസ് എന്നായിരുന്നു. ആണോ? ഓക്കെ. അങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ടൈറ്റിലൊക്കെ ചെയ്തു വന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്ത് തുടങ്ങിയൊരു സിനിമയാണിത്. അന്ന് ഫാൻസ് ഇന്നിട്ട പേര് ബെൻസ് വാസു എന്നാണ്. അപ്പൊ ആളുകൾ ഇത് ജനങ്ങൾക്കിടയിൽ ഈ പ്ലോട്ടും ഈ സിനിമയുടെ ഒരു അനൗൺസ്മെന്റും ഒക്കെ 12 വർഷമായിട്ട് കറങ്ങി നടന്നുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിനിമയൊക്കെ ചിന്തിക്കുന്നതിന് മുൻപ്, അപ്പം ഞാൻ എന്താ പറയുക, സിനിമാ സംവിധായകൻ എഴുത്ത് അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തും എന്നൊക്കെ 2015, 14, 16 സമയത്തൊന്നും എൻ്റെ തലയിൽ പോലും ഞാൻ അന്ന് ആക്ട് ചെയ്യാൻ നടക്കുക, ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ നടക്കുകയാണ്. അപ്പോൾ അന്ന് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം എന്ന് പറയുമ്പം ഇവൻ കടുകട്ടിയായിട്ടൊരു മോഹൻലാൽ ഫാനാണ്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഫോളോ ചെയ്യാറുള്ളതാണ്. അന്ന് ഞാൻ ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. ആളുകൾ അനൗൺസ് ചെയ്തതും ഈ പറയുന്ന ബെൻസ് വാസു എന്ന് പറയുന്നത് ഒരു സിനിമ നടക്കാൻ പോകുന്നു എന്നും, സുനിൽ എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ ആദ്യ സിനിമയാണെന്നും, രജപുത്രയുടെ സിനിമയാണെന്നും ഇവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഞാനത് കമൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ലാലേട്ടൻ്റെ അങ്ങനെ ഒരു പടം വരുന്നുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചിട്ട് അന്നൊന്നും ഇത് എൻ്റെ കയ്യിലോട്ട് വരുമെന്ന്
എനിക്കറിയില്ല. എന്റെ കയ്യിലോട്ട് ഞാൻ സിനിമ സംവിധായകനാകുമെന്ന് പോലും എനിക്കറിയില്ല. അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളതിന്റെ ഏറ്റവും അന്വർത്ഥമായ സമയത്ത് വൈക്കത്തപ്പൻ റിലീജിയസ് ആണല്ലോ അല്ലേ? വൈക്കത്തപ്പൻ എങ്ങനെയൊക്കെയോ ഇതൊരു നിയോഗമാക്കി ഇത് ആ ലൈക്ക് അടിച്ചപ്പോ വിചാരിച്ചിട്ടേ ഇല്ല ഇത് ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന സിനിമ. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാര്യവും എന്റെ ചുറ്റിനുമില്ലല്ലോ. തരുൺ ശരിക്കും ഐ എം ഫീലിംഗ് ഭയങ്കര ഒരു ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെ? ഇത്രത്തോളം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാജിക് സംഭവിക്കും. ഇതിന്റെ നിമിത്തമാണ് ഞാൻ പറഞ്ഞപ്പോ നമ്മള് 2019 ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. 2019 ജാവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്, ഓപ്പറേഷൻ ജാവ എന്ന സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാം ഒരു കൂട്ടം ആളുകൾ ഇറങ്ങുന്നത്. അത് 21 കോവിഡിന് ശേഷം 21 റിലീസ് ചെയ്യുന്നത്. അത് എൻ്റെ എല്ലാ സിനിമയുടെ മുമ്പിലും ഞാൻ നന്ദി പറയുന്ന വൈക്കത്തപ്പനാണ്. നിയോഗിച്ച വൈക്കത്തപ്പന്, വീണ്ടും രണ്ടാം സിനിമ വീണ്ടും നിയോഗിച്ച വൈക്കത്തപ്പന്, ഇത് വീണ്ടും നിയോഗിക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞില്ല, അത് ഓപ്പറേഷൻ ജാവയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇതുവരെ ലാലേട്ടനെ ഈ സിനിമയ്ക്ക് മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല. നമുക്ക് അതിന് തൊട്ട് മുമ്പ് ഇനി നമ്മളെ അതിശയിപ്പിക്കുന്ന അമ്പരിപ്പിക്കുന്ന വിശേഷങ്ങളാണ് തരുണിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ വിശേഷങ്ങളിലേക്ക് എല്ലാം പോകുന്നതിന് മുമ്പേ ഈ തരുൺ മൂർത്തി ആരാണ്? തരുൺ മൂർത്തിയുടെ ഒരു പ്രൊഫൈൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അത് ആദ്യം കാണിച്ചു തരാം. ചിരിക്കുന്ന ലാലേട്ടൻ, 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 വേദനിക്കുന്ന ലാലേട്ടൻ, പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനെ പാകത്തിൽ തൊട്ടുണർത്താൻ തരുൺമൂർത്തി എന്ന സംവിധായകന് സാധിച്ചു. നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനെയാണ് തരുൺമൂർത്തി കാണിച്ചു തന്നിരിക്കുന്നത്. സ്പ്ലെൻഡർ പറപ്പിക്കുന്ന ലാലേട്ടൻ, ബിവറേജസിൽ ക്യൂ നിൽക്കുന്ന ലാലേട്ടൻ, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വേദന സഹിക്കുന്ന ലാലേട്ടൻ, അവർക്ക് വേണ്ടി മഴ നനയുന്ന ലാലേട്ടൻ, പ്രിയപ്പെട്ടവരെ ഉപദ്രവിച്ചാൽ കലി കയറുന്ന കാട് കയറുന്ന ലാലേട്ടൻ. പുതിയ ലാലേട്ടനെ കണ്ടെത്തുകയല്ല, പഴയ ലാലേട്ടനെ വീണ്ടെടുക്കുകയാണ് തരുൺമൂർത്തി ചെയ്തിരിക്കുന്നത്. പഴയ ലാലേട്ടനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തന്നിരിക്കുന്നു തരുൺ മൂർത്തി. ശരിക്കും തരുൺ പോലും വിചാരിക്കാത്ത അത്രയും അപ്രിസിയേഷൻ ആണോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണേ? ഞാൻ ആദ്യം ഓർത്ത് ഓപ്പറേഷൻ ജാവക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സൗദി വെള്ളയ്ക്ക് വന്നത്. സൗദി വെള്ളയ്ക്കുള്ള സമയത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ജാവ കുറച്ചും കൂടി കേരള, സൗത്ത് ഇന്ത്യയിലുള്ള ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ വില. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഇതായിരിക്കും എന്റെ എക്സ്ട്രീം എന്ന് വിചാരിച്ചു. സൗദി വെള്ളയ്ക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടി ഇത് കിട്ടി പ്ലസ് നോർത്തിൽ നിന്നാണ് കിട്ടിയത്. ഇത് അങ്ങനെയല്ല, ഇത് അതിനും മുകളിൽ ഇന്റർനാഷണൽ. എനിക്ക് വരുന്ന UK കോളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അയർലൻഡിൽ നിന്നുള്ള കോളുകൾ, കാനഡ കോളുകൾ, അപ്പൊ അതൊന്നും എനിക്ക് മറ്റു സിനിമകൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതാ എന്താ പറയാ, ഞാൻ എൻ്റെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ യൂസ് ചെയ്ത വേർഡാണ് സ്ലീപ്പർ സെൽ എന്നുള്ള വേർഡ്. അതെന്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ വന്ന വീടാണ്. പക്ഷെ ആ സ്ലീപ്പർ സെൽസ് ഇറങ്ങിയതിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ എന്നേക്കാൾ ഉപരിയായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ ഇമോഷൻ ഇത്രയേറെ ആഴത്തിലായിരുന്നു എന്ന് എനിക്കും അല്ലെങ്കിൽ ലാലേട്ടന്റെ റിയൽ ഫാൻസിനും ഒക്കെ ഇങ്ങനെ ഒരു ആഴം ഈ മനുഷ്യന് ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയാണ്. അപ്പൊ അതിന്റെ എന്ന് വെച്ചാൽ എത്രയോ ഇപ്പൊ നമ്മുടെ ആവറേജ് എന്ന് വെച്ചാൽ ജാവയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് വളരെ യങ് ഏജ് ഗ്രൂപ്പാണ്. ഇത് അങ്ങനെയല്ല. നമ്മൾ സാധാരണ വീട്ടമ്മമാര് അല്ലെങ്കിൽ ഫോണൊന്നും ഇതിനെ വിളിക്കാതെ അമ്മാമ്മമാരൊക്കെ ഉണ്ടല്ലോ, അത് കൊച്ചുമോനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അമ്മാമ്മമാരൊക്കെ സംസാരിക്കും. ലാലുമോനെ തന്നല്ലോ, ലാലുമോൻ ഇങ്ങനെ അഭിനയിച്ചല്ലോ, ലാലുമോൻ ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്ന. അപ്പം ഈ ഒരു യൂത്ത് അല്ലെ സിനി ഫൈൽസിനിടയിൽ മാത്രം ഉണ്ടായിരുന്നൊരു എൻ്റെ പേരിനെ കുറച്ചും കൂടി കുടുംബങ്ങളിലേക്ക് എത്തിയെന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഇത്രയും അപ്രീസിയേഷനും ഈ ലോകം മുഴുവൻ ഒരാൾ പോലും ഒരു നെഗറ്റീവ് കമന്റ് പോലും ടിൽ ഡേറ്റ് പറയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുമ്പോ ശരിക്കും തരുണിന്റെ അടുത്ത് ലാലേട്ടൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ലാലേട്ടൻ പടത്തിന്റെ തലേദിവസം വിളിച്ചിട്ട് മോനെ നമ്മൾ എല്ലാം ഓക്കെയാണ്, എല്ലാം നമ്മൾ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ലൊരു പോസിറ്റീവ് ഓറ ചുറ്റിലും ഉണ്ട്, അപ്പൊ അത് നല്ലതിനാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നു. പിന്നെ പടം റിലീസ് ചെയ്തതിൻ്റെ അന്ന് രാവിലെ ഒരു ഓൾ ദ ബെസ്റ്റ് മെസ്സേജ് വന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് റിലീസ് ചെയ്ത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ കോളിൽ ലാലേട്ടൻ വന്നിട്ട്, ലാലേട്ടൻ പടം കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ഗെറ്റിംഗ് ഗുഡ് റെസ്പോൺസ് എന്ന് പറയുന്നൊരു അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഉള്ള ഫേസിൽ കാണാനുണ്ടായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം ലാൽ സാർ പടം കണ്ടത്. പടം കണ്ടതിന് ശേഷവും ഹാപ്പി ആയിട്ട് വിളിച്ചു.
എനിക്ക് എൻ്റെ വിളിനേക്കാൾ ഉപരിയായിട്ട് സാറിന് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു, അല്ലെങ്കിൽ സാറിൻ്റെ വലിപ്പം മനസ്സിലാകുന്നതെന്ന് പറയുന്നത്, സാറിന് ഇങ്ങനെ ഒരുപാട് റിവ്യൂസ് ആളുകൾ എഴുതിയൊക്കെ കൊടുക്കും, സാറിൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വരുന്ന വീഡിയോസും ഒക്കെ സാറിന് ഷെയർ ചെയ്ത് വാട്സപ്പിലൊക്കെ കൊടുക്കും. അപ്പം അങ്ങനെ കൊടുത്ത ഒരു റിവ്യൂ സാറിനെ അയച്ചു കൊടുത്തിട്ട് സാർ അതെനിക്ക് ഫോർവേഡ് ചെയ്തു. അപ്പം എൻ്റെ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെ പറ്റി ഉള്ളൊരു ഭയങ്കരമായൊരു വർണ്ണനയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം അത് പുള്ളി എനിക്ക് അയച്ചു തന്നു. ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ലവ് യു എന്ന് വെച്ചു. അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. കാരണം അത്രയും ലെജൻഡറി ആയിട്ടൊരു ആക്ടർ നമ്മളോടൊരു ലവ് യുവും ഒരു താങ്ക് യുവും പറയണമെന്നുണ്ടെങ്കിൽ അത് അത്രയേറെ ആ മനുഷ്യൻ ഹാപ്പി ആയിട്ടിരിക്കണുണ്ടാന്നുള്ളൊരു ഫീൽ വന്നു. അപ്പം അതിന് ശേഷം ലാലേട്ടൻ എന്നെ വിളിച്ച് അപ്പം ലാലേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് മെയ് ഈ പറയുന്ന കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അപ്പം അതിൻ്റെ ഹാപ്പിനെസ് ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന, അപ്പം ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ എന്തൊക്കെയോ സംസാരിച്ച കൂട്ടത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ്. മോൻ്റെ ഫാമിലിയൊക്കെ ഹാപ്പി അല്ലേ, വൈഫ് ഹാപ്പി അല്ലേ, അമ്മ ഹാപ്പി അല്ലേ, അച്ഛൻ ഹാപ്പി അല്ലേ, അങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കണം. മോൻ ഹാപ്പിയാണോ, ഇനി എന്താണ് മോന് വേണ്ടത്? എനിക്കൊരു ഒരു ഒരു ഉമ്മ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിപ്പോൾ എത്ര വേണമെങ്കിലും തരാമല്ലോ മോനെ, ഞാനിപ്പോൾ എന്താണെന്ന് ഫോണിൽ കൂടി ഒരു ഉമ്മ വന്ന്, ഞാൻ അതല്ല സാർ, നിങ്ങൾ നേരിട്ട് വരുമ്പോൾ അത് ഞാൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അപ്പം അത് കഴിഞ്ഞ ദിവസം അതും സംഭവിച്ചു. തരുണിന്റെ നല്ല കാലം ഇപ്പൊ എല്ലാരും തരുണിന്റെ തലയിൽ എഴുതിയതിന്റെ ഒരു ഇത്തിരി ഞങ്ങളുടെയൊക്കെ തലയിലൊന്നും എഴുതിയിരുന്നെങ്കിൽ എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടോ. കടന്നു വന്ന സ്ട്രഗിൾസിനും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീമിനെ കൂടെ നിർത്തുന്നതിൻ്റെ അവരുടെ തരുന്ന സ്നേഹത്തിൻ്റെ അങ്ങനെയാണല്ലോ, ടീം വർക്കാണ് എപ്പോഴും. നമ്മൾ എല്ലാം ഒറ്റക്കൊണ്ടാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എല്ലാം ഞാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്തല്ല കാര്യം. അത് ഓരോ ടീമും എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നും അവരില്ലെങ്കിൽ ഈ സിനിമ എന്താണെന്നും കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അപ്പം ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു സിനിമയെ കുറിച്ച് തന്നെ പറഞ്ഞാൽ ഇതിനകത്ത് ലാലേട്ടന്റെ ഒരു ജമ്പുണ്ട്. ആ ഒരു സീൻ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവർക്കും ഭയങ്കര എല്ലാവരും വല്ലാത്തൊരു ഫീൽ ചെയ്യിപ്പിച്ച ഒരു സീൻ തന്നെയാണത്. ആ ഒരു സീനിന്റെ പിന്നിലുള്ള കഥകൾ എന്തൊക്കെയാണ്? അല്ല, അതങ്ങനെ ഒരു ജമ്പ് നമ്മുടെ മൈൻഡിലുണ്ട്. കാരണം ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ ജമ്പിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഓൾറെഡി ആ ഗോകുലേട്ടനാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോകുലേട്ടൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു മാപ്പ് നമ്മൾ വരച്ചു കൊടുക്കും, ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് മോർ ദാൻ ഈ ഫൈറ്റ് ഇങ്ങനെ ആയിരിക്കും. അകത്തെ റൂമിൽ നിന്ന് അടിയുണ്ടാക്കി പുറത്തേക്ക് ചാടി ഈ ഏരിയ മൊത്തം തല്ലി തകർത്ത് ഈ കോറിഡോർ വഴി വന്നിട്ട് ഇവിടെയുള്ള ചില്ലുകൾ മൊത്തം തല്ലി പൊട്ടിച്ച് അതുവഴി വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കോറിയോഗ്രാഫി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചില്ല് പൊട്ടിക്കുക എന്ന് പറയുന്ന ഏരിയ ഓൾറെഡി ഡിസൈൻഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ചില്ല് നമ്മൾ പ്ലേസ് ചെയ്തതും പുള്ളി ഇങ്ങനെ ചാടി പുറത്തേക്ക് വരും എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് പോലീസ് സ്റ്റേഷൻ്റെ ഫുൾ കോറിയോഗ്രാഫി ഈ ഫൈറ്റ് അല്ലാണ്ട് തന്നെ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷൻ എപ്പിസോഡ് ഷൂട്ട് ചെയ്യണ മുമ്പേ തന്നെ ഇത് ഉറപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസിനും ഡ്യൂപ്പുകളുണ്ടായിരുന്നു. ഈ ചില്ലാണെങ്കിലും ലാത്തികളാണെങ്കിലും മേശകളാണെങ്കിലും ഒക്കെ ഇത് ഇപ്പം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സീന് പൊട്ടിക്കാനുള്ളത് അന്ന് മുതൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ലാൽ സാർ ചില്ല് പൊട്ടിച്ച് ചാടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ. ഫൈറ്റ് കോറിയോഗ്രാഫർ ഇപ്പം സ്റ്റൺസിൽ വരുമ്പോഴും ബിനുവിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് അതുവഴി പുള്ളി ചാടി വരും. അപ്പം അതിൻ്റെ അകത്തൊരു പുള്ളി വന്ന് നിൽക്കുമ്പം പുള്ളി ഒരു ആന വന്ന് നിൽക്കും പോലെ ഫീൽ ചെയ്യണം. അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ. അത് നമ്മൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനത് ലാൽ സാറിന് ഭയങ്കര പനി പിടിച്ച് നിൽക്കുന്ന ദിവസമാണ്. 2-3 ദിവസമായിട്ട് ലാൽ സാറിൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭയങ്കരമായ കുറ്റബോധം നമുക്കുണ്ട്. ഒരു പനി പിടിച്ച് വയ്യാത്തൊരു ആളെ, അതും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളെ, പക്ഷെ ലാൽ സാർ അതൊട്ടും കാണിക്കുന്നില്ല. മോനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഹൈയിൽ തന്നെ നിൽക്കുവാണ്. അപ്പം അങ്ങനെ റോപ്പൊന്നും ഇല്ല ആ സീനിന്. സാധാരണ റോപ്പും പരിപാടികളൊക്കെ കെട്ടിയിട്ടാണ്, ഇത് റോപ്പും ഇല്ല. അപ്പം ഞാൻ ആക്ച്വലി റോപ്പ് യൂസ് ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. സാറ് അങ്ങനെ ചിലപ്പം റോപ്പ് യൂസ് ചെയ്തിട്ട് ചിലപ്പം അത് നമ്മൾ റബ്ബ് ചെയ്ത് കളയും. ഞാൻ ആ സീൻ എടുക്കാൻ നേരത്ത് സ്റ്റൺസിൽ അവർ പണുങ്ങ സാർ പറയില്ല, അവർ എവ്വളോ പണിയിർക്ക് ഇത് കണ്ടിപ്പോൾ പണുങ്ങ സാർ, നമ്മൾ സേഫായിട്ട് ചെയ്യണം. എന്നാ സാർ അപ്പം സിൽവ ഒരുപാട് നാളായിട്ട് സാറുമായിട്ട് വർക്ക് ചെയ്യുന്ന സാറിന് ഒരു പൾസ് അറിയാം. അപ്പം ഞാൻ ആദ്യത്തെ ഇത് ബിനുവിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് എറിഞ്ഞു. അപ്പം ചില്ലൊക്കെ പൊട്ടിച്ച് അവിടെ മൊത്തം ചില്ലും കാര്യങ്ങളൊക്കെ ആയി. അപ്പം അടുത്ത സാറിൻ്റെ ജമ്പാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ പറഞ്ഞു അത് ക്ലീൻ ചെയ്ത് സാറ് ചാടി നിൽക്കുമ്പോൾ സാറിൻ്റെ കാലിലൊന്നും വരാൻ പാടില്ല. അപ്പം അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ മോണിറ്ററിൻ്റെ ബാക്കിൽ പോയി നിന്ന് ജമ്പ് നമ്മളെന്താ ഇത് ഒന്നേ പുള്ളി ഇത് കുത്തി ചാടി പുറത്തേക്ക് വരും എന്നുള്ളതല്ലേ ഉള്ളൂ. ഇത് അതിനപ്പുറത്തേക്ക് ഒരു കൈ കൊണ്ട് കുത്തി ഒരു കാലിങ്ങനെ പൊക്കുമ്പോൾ മുണ്ടടക്കം
പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്, ഇങ്ങനെ റാ പോലെ കറങ്ങുന്ന ഫീൽ. അതെ. അതൊന്നും നമുക്ക് ഒരു ഡയറക്ടർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആക്ടർക്കും അങ്ങനെ മുണ്ടൊന്നും അങ്ങനെ റാ പോലെ വരാനൊന്നും ഇത് അങ്ങനെയല്ല. നമ്മൾ ഫാൻറ്റം ക്യാമറ ഷൂട്ട് ചെയ്യുമ്പം എത്ര വട്ടം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് പറയാം. കാരണം കൈ കുത്തി ഒരു കാലെടുത്ത് അപ്പുറത്തേക്ക് ചാടുമ്പോൾ ഈ മുണ്ടടക്കം ഇങ്ങനെ പറന്ന് വന്ന് റാ ഷേപ്പിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമായിട്ട് വന്ന് ലാൽ സാർ വന്ന് ഇങ്ങനെ നിന്നതും ഷാഹിദ് ചേട്ടൻ ക്യാമറ കൊണ്ട് ഒരു ചാർജ് കൂടി കൊടുക്കുകയും ആ ഒരു ബ്ലോവറിൽ നിന്ന് വന്നൊരു ചെറിയ കാറ്റിൻ്റെ ഇതിൽ ലാൽ സാറിൻ്റെ മുടിയടക്കം ഇളകി ആ നിൽക്കുന്ന നിപ്പിൽ അതാണ് ഓറ ലിറ്ററലി. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ആക്ഷൻ വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാറ് ജമ്പ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അതായത് നമ്മളൊന്ന് ഒരു ഷോട്ട് എക്സ്പെക്ട് ചെയ്തു, നമ്മളൊരു ബെഞ്ച് മാർക്ക് ഷോട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ തിയേറ്റർ ക്ലാപ്പിന് വേണ്ടിയിട്ടൊരു സീൻ ഉണ്ടാക്കുന്നു. ഞാൻ ലിറ്ററലി ഇത് മാർക്ക് ചെയ്തത്, ഇത് തിയേറ്ററിൽ ആളുകൾ ബ്ലാസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ സിൽവയോട് പറയുന്നത്. അത് തന്നെയായിരിക്കും സിൽവ ലാൽ സാറിൻ്റെ അടുക്കലും പറഞ്ഞത്. വൺസ് ലാൽ സാർ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തിയേറ്റർ ബ്ലാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിന് എത്രയോ 10 ഇരട്ടി മേളിൽ ലാൽ സാറെ ജമ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ലെജൻഡറി. അതുകൊണ്ടാണ് അവരിവിടെ 10-40 വർഷമായിട്ട് ആര് ഇപ്പം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒരു മറ്റ് കമ്പാരിസണിനോട് നിൽക്കാത്ത രീതിയിൽ അവർ ചെയ്യുന്ന അവരുടെ ഓറ കൊണ്ടാണ്. അപ്പോൾ അവരങ്ങനെ ആ ജമ്പ് ചെയ്ത് വന്ന് നിന്നപ്പോൾ ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്തോ അതിന് 10 ഇരട്ടി മേളിൽ തരുമ്പോൾ ഒരു ഓൾ സെറ്റ് ക്ലാപ്പ് ചെയ്തു. വാവ്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേളിലൊരു ഷോട്ട് കിട്ടിയെന്നുള്ള ഭയങ്കര ഒരു ക്ലാപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് വന്ന് ജസ്റ്റ് മോണിറ്ററിൻ്റെ ബാക്കിൽ വന്ന് എൻ്റെ തോളത്തിങ്ങനെ പിടിച്ച് നിൽക്കും. ഒരു സാർ സൂപ്പർ സാർ ഓക്കെ മോനെ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നടന്നു പോകും. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് പനി പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നും കൂടി ഓർക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് അത് പനിയുണ്ടോ, ഡയറക്ടർക്ക് വയ്യാത്തതാണോ, ക്യാമറാമാന് വയ്യായിരുന്നോ, ആക്ടറിന് വയ്യാന്നൊന്നും പ്രേക്ഷകൻ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മളിപ്പം പറയുന്നതാണ്. പക്ഷേ അദ്ദേഹം നല്ല ടെമ്പറേച്ചറിലാണ് ആ ജമ്പ് ചെയ്തത്. സിംഗിൾ ഒറ്റ അതിനപ്പുറത്തേക്ക് ഇനി ടേക്ക് ഇല്ല. തരുൺ, ഇത് ഞാൻ വേറെ ഇന്റർവ്യൂസിലൊക്കെ തരുൺ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും തരുൺ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. കാരണം നമ്മളിത് കണ്ട കാഴ്ചയാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ അനുഭവിച്ച അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഇന്റർവ്യൂവിലും പറയും, ഇത് ഇയാൾ എങ്ങനെയാണ് ഇത് ഇത്രയും ക്ലിയർ. ഇത് നമ്മൾ കൺമുന്നിൽ കണ്ട, നമ്മൾ കൺമുന്നിൽ അനുഭവിച്ച, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ പറയണം. അതുകൊണ്ടാണ് ഇത്രയും ക്ലാരിറ്റി ഞാൻ പറയുന്നത്. സത്യം, അതുകൊണ്ട് തന്നെയായിരിക്കും ആ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കും അതുപോലെ ആ ഒരു ഫീൽ കിട്ടുന്നത് തന്നെ. ഇത്രയും ലാലേട്ടന്റെ ഇങ്ങനത്തെ ഒരു സ്റ്റണ്ടും കാര്യങ്ങളും ഈ ഒരു ഫൈറ്റ് സീനൊക്കെ നമ്മൾ സ്ഫടികത്തിൽ കണ്ട്, സ്ഫടികത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തതാണ് ലാലേട്ടന്റെ ഫൈറ്റ് സീന് കാര്യം. അതിനുശേഷം ഇതേപോലെ ആ ഒരു ഫീലോട് കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഇത്രയധികം ആ ഒരു സീനിന്റെ ബ്യൂട്ടി ആൾക്കാർക്ക് ഇത്രയധികം. ഞാനും സുനിലും കൂടിയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നിർബന്ധം ഇതായിരുന്നു, ഏത് ഫൈറ്റിന് മുന്നേയും ഇമോഷൻ കറക്റ്റായിരിക്കണം. അപ്പം ഞാനിപ്പം ചിലപ്പോൾ ഇത് കാണുന്ന ഒരുപാട് സ്ക്രീൻ പ്ലേ റൈറ്റ് ചെയ്യുന്ന ഒരുപാട് വെൽ വിഷേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിൽസായിട്ട് ആളുകൾ കാണുന്നുണ്ടായിരിക്കും. നമുക്ക് എവിടെയും ഫൈറ്റ് കൊണ്ട് പ്ലേസ് ചെയ്യാം. പക്ഷേ തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകൾ പറയണം അടിയടാവനെന്ന് പറയണം. ആ മൊമെന്റിൽ വേണം നമ്മൾ അടി കൊടുക്കാൻ. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് നിങ്ങളൊരു എന്താ പറയുക, ഒരു പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള അൾട്ടിമേറ്റ് ഇതാണ് മലയാള സിനിമയുടെ സ്ക്രിപ്റ്റ് എന്നല്ല ഞാൻ പറയണത്. ജസ്റ്റ് സിനിമയിലേക്ക് എത്താൻ വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഓരോ ഫൈറ്റിന് മുന്നേയും കൃത്യമായ ഇമോഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഇമോഷണൽ, ഇപ്പം ഞാൻ സ്റ്റൺ സിൽവയോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും, சார் நீங்கள் ஃபைட்டுக்கு முன்னாடி இமோஷன்ஸ் சூப்பராக பண்ணி வச்சிருக்கு. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല സാർ, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. നമുക്ക് ക്യാമറ ഇട്ട് കറക്കാം, റോപ്പ് ഇട്ട് പൊക്കാം, അല്ലെങ്കിൽ തലകുത്തി മറിയിക്കാം. ഇതൊക്കെ അഭ്യാസമേ ആവുള്ളൂ. അപ്പം ഇത് പ്രോപ്പർലി വർക്കൗട്ടായത് ഇപ്പം സുനിലിൻ്റെയും ഞാനടക്കമുള്ള എൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ടീമിൻ്റെയും ഒക്കെ കൃത്യമായ ഒരു വിഷൻ വർക്കൗട്ട് ആയതുകൊണ്ടാണ് അതിന് അത്രയേറെ ഇമ്പാക്ട്. ഇനി തരുണിന്റെ അടുത്ത് നേരിട്ടല്ല, എന്റെ വൈപാഡിൽ തന്നെയാണ് വീഡിയോയിലൂടെ ഒരാള് ഒരു എന്തോ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിന് എന്തോ ഒരു റിക്വസ്റ്റും ഉണ്ട് കേട്ടോ. ആ റിക്വസ്റ്റ് അറിയുന്ന ആളാണോന്ന് എനിക്കറിയില്ല. തരുണിന് ഒരുപക്ഷെ അറിയുമായിരിക്കാം, നോക്കാം. ഹലോ, നിന്നെ കാണാൻ ഈ ജോർജ് സാർ ഈ ഷോയിൽ വന്നിട്ടുണ്ടേ. നിന്റെ മുമ്പിൽ ഈ ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടല്ലേ. നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട്. തന്നെയാ എന്തെന്നാണ് തരുൺ എന്നെ കൊണ്ട് ഇത്രയും ദുഷ്ട വർത്തമാനങ്ങൾ പറയിപ്പിച്ച ദുഷ്ട. ഞാൻ എന്താ പറയാ,
എൻ്റെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഫിൽം മേക്കറാണ്. ഞങ്ങളൊരു 10-80 ദിവസത്തോളം ഈ ഷൂട്ടിന്റെ ഭാഗമായി ഞാൻ തരുണിന്റെ കൂടെ ഉണ്ടായിരുന്ന പല നിമിഷങ്ങളും ഞാൻ ചെറിഷ് ചെയ്യുന്ന കാര്യമാണ് ജീവിതത്തിൽ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ഞാനും മനസ്സിലാക്കിയ ഒരു സിനിമ കൂടെയാണിത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ സിനിമയ്ക്കപ്പുറം ഞങ്ങളുടെ ബന്ധം എന്നും ഉണ്ടാവും. അതേപോലെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നൊരു കാര്യം, അർദ്ധരാത്രി 12 മണിക്കോ 2 മണിക്കോ ഒക്കെ എന്നെ കൊണ്ട് ശാന്തം ഈ രാത്രിയിൽ നിന്നുള്ള പാട്ട്, അതിന്റെ സ്റ്റെപ്പ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ദുഷ്ടനാണ് 3 മണിക്ക് രാവിലെ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം, ഈ ഷോ നടത്തുന്നവര് പ്ലീസ് ഷോ തീർന്ന് തരുൺ പോകുന്നതിന് മുമ്പ് ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്യിക്കണം കേട്ടോ. ഗുഡ് ലക്ക് തരുൺ, ലവ് യു. ഇദ്ദേഹത്തെ എവിടുന്ന് തപ്പിയെടുത്തു തരുൺ? എങ്ങനെ എവിടുന്ന് ഭൂലോകത്തിൽ ഇങ്ങനെ ഒരാളെ നിങ്ങൾ തുടരുന്നുള്ളൊരു സിനിമയിലൂടെ ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തന്നത്? എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പ്ലേസ് ചെയ്ത് ആ ഒരു കഥയിൽ നിന്ന് ഇദ്ദേഹം റിക്വസ്റ്റ് കേട്ടല്ലോ, ഇതെങ്ങാനും ചെയ്യിപ്പിച്ചാതെ വിട്ട പ്രകാശേട്ടൻ ഞങ്ങളെ തല്ലും. അതുകൊണ്ട് ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ആ ഒരു കഥയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്യണം. അതോ അത് എങ്ങനെയാലും ചെയ്യിക്കാതെ വിട്ട പ്രകാശേട്ടൻ ഞാൻ പറഞ്ഞാണ്, ഞങ്ങളെ ചീത്ത വിളിക്കും പ്രകാശേട്ടൻ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ദിസ് മാൻ ഈസ് ഓസം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇദ്ദേഹം ഒരു എന്താ പറയുക ഒരു പുതുമുഖം എന്നുള്ള രീതിയിലായിരിക്കും മിക്കവർ പറയുന്നത്. അയാളൊരു ലെജൻഡാണ്. ഈ പറയുന്ന പോലെ എൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുംബൈയിൽ നിന്നുള്ള പല പ്രൊഡക്ഷൻ കമ്പനികൾ ഒക്കെ നമ്മൾ വിളിക്കും. ഇപ്പം മോഹൻലാൽ സിനിമ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുതിയ സിനിമകൾക്കൊക്കെ കൊണ്ട് വിളിക്കുമ്പം ഇവൻ റിലീസിന് മുന്നേ തന്നെ എനിക്ക് ഒരുപാട് കോൾസ് വന്നിരുന്നു. അപ്പം ഞാൻ ഇവരെന്നോട് ചോദിക്കും ആരാണ് ബാക്കി ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പം ഞാൻ പറയും മോഹൻലാലുണ്ട്, ശോഭനയുണ്ട്, ദെൻ പ്രകാശ് വർമ്മ. വാട്ട്? ഞാൻ പ്രകാശ് വർമ്മ ഇവരുടെ ഒരു എക്സൈറ്റ്മെന്റ്. കാരണം പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു സൂസു ആഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഭയങ്കര നിസ്സാരവൽക്കരിച്ച ഇന്നത്തെ ജെൻസി പിള്ളേരൊക്കെ കാണുന്നത്. പക്ഷേ ലോകത്തിലെ നമ്പർ 1 ആഡ് ഫിലിം മേക്കർമാരിൽ ഒരാളാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ള ബ്രാൻഡുകൾ, ഇദ്ദേഹം ചെയ്തിട്ടുള്ള എന്താ പറയുക കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള ടീമുകൾക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന വർക്കുകളുടെ ക്വാളിറ്റി വെച്ച് കൊണ്ടുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത് ഞാനാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്. വെറുതെ തള്ളുവാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എനിക്കൊരു അഡ്വർടൈസ്മെന്റ് ഫേം ഉണ്ട്, എലിഫന്റ് ടെയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസും ഒക്കെയാണ് അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് എപ്പോഴും ഞാൻ പറഞ്ഞത് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഞാൻ അവരോട് പറഞ്ഞത് നിർവ്വാണ പോലെ ഒരു കമ്പനി ആയിട്ട് മാറുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ. അല്ലെങ്കിൽ അതേപോലത്തെ ക്വാളിറ്റിയുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുക, ഇമോഷനുള്ള. നമ്മൾ ഇവിടെ കാണുന്ന അഡ്വർടൈസ്മെന്റ് എല്ലാം എന്താ, നമ്മൾ പ്രോഡക്റ്റ് കാണിക്കുന്നു പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഫിലിം മേക്കറുടെ റോൾ എന്താണ് അഡ്വർടൈസ്മെന്റിൽ എന്ന് പറയുന്നത് കാണിച്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ കാണിച്ചു കൊടുത്ത ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. ഇമോഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യണം, 30 സെക്കൻഡിലും 1 മിനിറ്റിലും ഒക്കെ നമുക്ക് ഒരു സിനിമ കണ്ട ഫീലിൽ തരുന്ന പരസ്യങ്ങൾ തന്ന മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നു. ഞാൻ ഇദ്ദേഹത്തെ സിനിമയിൽ കാസ്റ്റ് ചെയ്യണ മുമ്പ് തന്നെ നിർവ്വാണയുടെ ഇൻസ്റ്റാഗ്രാമും അല്ലെ അവരുടെ ആഡ്സും ഒക്കെ നിരന്തരം എനിക്ക് നല്ല തോട്ടുകൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ കാണുന്ന ആളാണ്. ഓക്കെ, ഒരു ആഡ് ഫിലിം മേക്കറിന്റെ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ പ്രകാശ് ചേട്ടന്റെ വർക്കുകളെല്ലാം എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് പക്ഷെ പരിചയമില്ല, എനിക്ക് ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടില്ല. എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾക്ക് താങ്ക് യു ഫോർ ദി ഇൻസ്പിറേഷൻ അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ പണ്ടെപ്പോഴോ അയച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രകാശ് ചേട്ടനുണ്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ഈ ജോർജ് സാർ നമ്മുടെ മനസ്സിൽ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു 1.5 വർഷമേ അല്ല 2 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ സുനിലുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ജോർജ് സാറിൻ്റെ മുഖം എങ്ങൊന്നും കിട്ടുന്നില്ല. ഓഫ് കോഴ്സ് ഒരു മോഹൻലാൽ പ്രോജക്റ്റാണ് എൻ്റെ അടുക്കി വരുന്നത്. ഈവൻ ശോഭന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിദൂരമായ സ്വപ്നങ്ങളുണ്ടെങ്കിൽ പോലും ശോഭനയെ ഒന്ന് കാസ്റ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഒള്ളി വിത്ത് മോഹൻലാലാണ് ചുറ്റുമുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബിനുവിൻ്റെ ക്യാരക്ടർ എനിക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ബിനുവിനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ബിനു ആയിരിക്കും ബെന്നി ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിരുന്നു. ബാക്കി ആരും ഡിസിഷനിലേ ഇല്ല. അപ്പോൾ ഈ ജോർജ് സാർ ജോർജ് സാർ പാളിയാൽ ഈ സിനിമയില്ല. അപ്പോൾ ജോർജ് സാറിൻ്റെ കണ്ടെത്തലുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പല അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ലാൽ സാർ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തു. ലാൽ സാർ കമ്മിറ്റ് ചെയ്യുന്നത് എന്താ, നെക്സ്റ്റ് മന്തിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്കൊരു സാർ ഞാൻ പ്രിപ്പയർ അല്ല എന്നോ ഞാൻ കാസ്റ്റിംഗ് ചെയ്തിട്ടില്ല എന്നോ നമ്മൾ പ്രിപ്പയർ ആകുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്.
അപ്പം അവിടെയൊക്കെയാണ് എനിക്ക് ഇപ്പം രഞ്ജിത്ത് രജപുത്ര എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ വാല്യൂ ശരിക്കും പറഞ്ഞാൽ ലോകം അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന സിനിമ എന്ന് വെച്ചാൽ ഓക്കെ പ്രൊഡ്യൂസർ ബൈ കഴിഞ്ഞു, കാച്ചിറക്കുന്ന അപ്പുറത്തേക്ക് പ്രൊഡ്യൂസർ എന്താണെന്ന് അറിയില്ല. ഞാൻ പ്രകാശ് ഉടമനോടെ പറയണം അതിലോട്ട് അതിന് മുമ്പ് ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരു സിനിമ 40 ദിവസത്തിൽ പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് 41ാമത്തെ ദിവസത്തിൽ ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ ആ പ്രൊഡ്യൂസർക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ലാലേട്ടൻ്റെ ഡേറ്റ് എടുത്ത് തന്നില്ലേ, ഇനി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്ന പകരമായിട്ട് ഇനി അവിടെ നിൽക്കാം. ഇവിടെ ആ ഒരു സസ്പെൻസ് നമുക്ക് അവിടെ നിൽക്കാം. രഞ്ജിത്തേട്ടന്റെ വിശേഷങ്ങളും ഇതിലൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തരുൺ മൂർത്തി, തരുൺ എന്ന് പറഞ്ഞ ഒരാളെ കാണാനായിട്ട് ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കിയാലോ? സുഖം സുഖം സുഖം. ഹലോ രമ്യ. സർപ്രൈസ് 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 സർപ്രൈസ്. അതാണ് ഇങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളെ സർപ്രൈസ് തരാൻ പറ്റും. എങ്ങനെ ഫർഹാൻ എന്ന് പറഞ്ഞ ഒരാള് ഈ സിനിമയിലേക്ക് എത്തി, എങ്ങനെ, എവിടുന്ന്? ഈ ഫർഹാൻ ആക്ച്വലി എന്താ പറയാ, ഡയറക്ടർ ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ ഫർഹാൻ ഉണ്ടായിരുന്നോ അതോ ഇല്ല? ഓക്കെ, പറയാം. ഫർഹാൻ എനിക്ക് ഇപ്പം ഓപ്പറേഷൻ ആവ് കഴിഞ്ഞ മുതൽ ഫർഹാൻ ഒരു സിനിമ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ നന്നായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ജാവ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു അപ്രീസിയേഷൻ ഫർഹാൻ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അപ്പോൾ എന്തെങ്കിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ, ഓക്കെ ഹോപ്പ്ഫുള്ളി വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളന്ന് പിന്നെ നമ്മൾ എന്താ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈക്ക് അടിക്കും, കാണും. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഇല്ല. എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു ഫ്രീക്വൻ്റ് കോളുകളൊന്നും ഇല്ല. അപ്പം അങ്ങനെ നമ്മളിതിങ്ങനെ ഡിസ്കഷൻ നടന്നു. ഈ സുധീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. അപ്പം ഒരുപാട് ഡിസ്കഷൻ നടക്കണം സുധീഷിന് വേണ്ടി ആര് ചെയ്യും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ മൈൻഡിൽ അതിൻ്റെ അകത്തൊരു പെർട്ടിക്കുലർ കമ്പത്തുള്ളൊരു പെർട്ടിക്കുലർ സീനിൻ്റെ അകത്തുള്ളൊരു എലിമെൻ്റ് ഇങ്ങനെ ലാലേട്ടൻ്റെ ഒരു കൈ ഒടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അപ്പം ആ സീക്വൻസ് എൻ്റെ മൈൻഡിൽ നിൽക്കുമ്പോൾ ഈ കണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഞാൻ മലയാളത്തിൽ കണ്ടുള്ള ഏറ്റവും മികച്ച കണ്ണെന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ കണ്ണാണ്. അപ്പം ഇവൻ്റെ കണ്ണിനും ഈ പറയുന്ന പോലെ ഭയങ്കര ഭാരമുള്ള കണ്ണാണ്. അപ്പം ഞാൻ ബിനുവിനോട് പറഞ്ഞു എനിക്ക് ഫർഹാനെ കണക്ട് ചെയ്യാൻ, എനിക്ക് ഫർഹാൻ്റെ കൈൻഡ് ഓഫ് ഒരു ഉള്ളൊരു പെർഫോമറാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഞാൻ രഞ്ജിത്തേട്ടനോട് പറഞ്ഞു, രഞ്ജിത്തേട്ടാ ഫർഹാൻ എങ്ങനെ ഉണ്ടാവും? അപ്പം രഞ്ജിത്തേട്ടൻ പറഞ്ഞു അവൻ കൊള്ളാം, അവൻ അങ്ങനെ എക്സ്പ്ലോർ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പം എക്സ്പ്ലോർ ആയി വരുന്നതുകൊണ്ട് പിന്നെ രഞ്ജിത്തേട്ടന് ഫാസിൽ സാറിനോട് ഭയങ്കരമായിട്ടൊരു ഗുരുതുല്യനായിട്ടാണ് കാണുന്നത്. അപ്പം രഞ്ജിത്തേട്ടൻ പാച്ചിക്കോട് കൊടുക്കുന്ന ഒരു വലിയ നമ്മൾ പാച്ചിക്കോട് കാണിക്കുന്ന ഒരു വലിയ റെസ്പെക്റ്റ് ആയിരിക്കും ഫർഹാനെ കാസ്റ്റ് ചെയ്താലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഫർഹാൻ വർക്കൗട്ടാണ് എന്ന് പറഞ്ഞ് ഫർഹാന്റെ കണ്ണ് കണ്ടിട്ട് ആണ്. സൈലൻസുകളുണ്ട് ഇപ്പോഴത്തെ ഒരുപാട്. ഒരു ആക്ടറിന് പെർഫോം ചെയ്യാൻ ഏറ്റവും പാട് സൈലൻസ് ആണ്. അപ്പം വെറുതെ ഡയലോഗ് പറയാൻ എല്ലാ ആക്ടേഴ്സിനും പറ്റും. അപ്പം അത് ഒരു സൈലൻസിൽ, നോട്ടങ്ങളിൽ, നിപ്പുകളിൽ ഒക്കെ ഒരു ഇമോഷൻ ഫീൽ ചെയ്യണമെങ്കിൽ അയാൾക്ക് നല്ല ഫീച്ചേഴ്സ് വേണം, ഇമോട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള ഒരു കണ്ണുള്ള എടുത്തിനാണ്. അതുകൊണ്ട് അങ്ങനെ കാസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് കാണുന്നത് തുടരുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ടോർപീഡോയായിട്ട്. ഞാൻ ഫഹദിന്റെ അടുക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവനെ കാണുന്നത്. ഞാനപ്പോ ഫ്ലാറ്റിലേക്ക് കയറി ചെന്നപ്പോഴാണ് മൈൻഡ് പോലും ചെയ്തില്ല, വന്ന് കണ്ടാ ഓക്കെ തിരിച്ചു പോയി. ഫഹദിന്റെ കണ്ണുകളിലൂടെയാണ് ഈ കണ്ണുകളിലേക്ക് എത്തിപ്പെട്ടത്. ഞാൻ എടുത്തപ്പോഴേ പറഞ്ഞായിരുന്നു അതിന്റെ കണ്ണുണ്ടെന്നേ ഉള്ളൂ, അതുപോലെ അഭിനയിക്കത്തൊന്നുമില്ല. എപ്പോഴും പറയും ഫഹദിന്റെ കണ്ണേ ഉള്ളൂ, ബാക്കിയൊന്നും നീ പ്രതീക്ഷിക്കണ്ടെന്ന് പറയാ. പക്ഷെ ഞാൻ ഏറ്റവും വലിയ സന്തോഷം വെച്ചപ്പം പടം കണ്ടു കഴിഞ്ഞിട്ട് ഫഹദും നസ്രിയയും പാച്ചിക്കൊക്കെ വിളിച്ചിരുന്നു. അപ്പം അവർ പറഞ്ഞത് ഭയങ്കര നന്നായിട്ട് ഫർഹാനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ആസ് ആൻ ആക്ടർ ഫഹദ് പറഞ്ഞത് ഈ വേർഡാണ്, സൈലൻസുകൾ പെർഫോം ചെയ്യാനാണ് ഒരു ആക്ടർക്ക് ഏറ്റവും പാട്, അത് അവനെ കൊണ്ട് നന്നായിട്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ ഭയങ്കര അവനും ഹാപ്പിയാണോ എന്നെ അതിൻ്റെ അതിന്. എന്താണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു റെസ്പോൺസും എല്ലാവരുടെയും എന്തൊക്കെയാ? അല്ല, നല്ല റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഷാനു എന്റെ ആദ്യത്തെ പടം ഒന്ന് കാണുന്നത്, ഭീഷ്മ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇതിപ്പോ വാപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ വേണ്ടി ഒരു പ്രിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് അവരെല്ലാം പോയി കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ് ഷാനു വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് വരുന്നത്. ഷാനു പറഞ്ഞു നീ ആ സട്ടിലിറ്റി കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, ത്രൂ ഔട്ട് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് അപ്രിസിയേഷൻ കിട്ടിയത് ലാലേട്ടന്റെ ഡബ് കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു മോനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ
ഞാൻ പറഞ്ഞു ഓക്കെ ഇനി എനിക്കൊന്നും വേറെ ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട. ആ ഒരു ധൈര്യത്തിൽ ഞാൻ തിയേറ്ററിൽ പോയത് തന്നെ. ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിളിച്ച് ചോദിക്കായിരുന്നു, എനിക്ക് തിയേറ്ററിൽ കയറാൻ ഒരു പേടിയുണ്ട്, വരണോ. അപ്പോഴാണ് അതിന് കുറച്ച് ദിവസം മുമ്പാണ് ലാലേട്ടൻ വിളിച്ചത് പറഞ്ഞത്. അപ്പൊ അത് കേട്ടപ്പോഴാണ് എനിക്ക് തിയേറ്ററിൽ പോകാനുള്ള ഒരു ധൈര്യം വന്നത്. എന്നെ ഇതുമായിട്ട് ഫസ്റ്റ് വിളിക്കുന്ന ബിനുചേട്ടനാണ്. ബിനുചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, നമ്പർ ചോദിച്ചു, അങ്ങനെ ബിനുചേട്ടൻ വിളിച്ചു. ബിനുചേട്ടൻ ഫസ്റ്റ് വിളിച്ച് ചോദിച്ചിട്ട് ഫറാനെ മീശ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഈ മീശ മാത്രം വെക്കുന്ന ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഫോട്ടോയേ ഇല്ല. അപ്പൊ ഞാൻ കൊറേ തപ്പി അങ്ങനെ നോക്കിയപ്പോ ഒരു ഫോട്ടോ കിട്ടി. അപ്പൊ ആ ഫോട്ടോ ആണ് അയച്ചു കൊടുത്തത്. ആ ഫോട്ടോ തന്നെയായിരുന്നു ഇനിഷ്യൽ ലുക്ക് റെഫറൻസ് അത് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ഇറക്കിയെന്നേ കിട്ടി. ആക്ച്വലി നമ്മുടെ ഈ പടത്തില് ഹിറ്റായ പല ഡയലോഗ്സും ഓടിവാകണ്ട ഇതൊന്നും ഷൂട്ടിലില്ല. ഇതൊക്കെ ഡബിലിട്ട സാധനങ്ങളാ. ഡബിൽ നമുക്ക് തോന്നിയതാണ് അങ്ങനെ ചെയ്യാൻ. ഫുൾ സാധനങ്ങൾ ഡബിലിട്ടതാ. ഈ മൈത്രിയന്റെ മീശയും ഇതൊന്നും ഷൂട്ട് ചെയ്തപ്പോ ഇല്ല. ഇതൊക്കെ ഡബിങ്ങിലെ ഇംപ്രൂവൈസേഷനിൽ വന്ന സാധനങ്ങളാണ്. അതേപോലെ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സും വാക്കുകളും അതൊക്കെ അതും കുറച്ചൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലേട്ടനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്തിരുന്നു. ഈ ജോർജ് സാറിന്റെ ഈ കൈൻഡ് ഓഫ് ഡയലോഗ് ഡെലിവറികളെല്ലാം ഡബിൽ ഉണ്ടായത്. അത് ഡബിൽ ഇപ്പം ഈ മൈത്രേയന്റെ മീശ എന്ന് പറയുന്ന ഒരു ഐഡിയ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായി. അത് ഷൂട്ട് ചെയ്യണമെന്ന് ഇവനുണ്ട്. ഷൂട്ട് ചെയ്യുമ്പം വേറെന്തോ പറഞ്ഞാണ്. പിന്നെ ഞാനുണ്ട് അത് പ്രകാശ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഡബ് തിയേറ്ററിൽ വന്നു. അവൻ ഞാൻ പറഞ്ഞു പ്രകാശേട്ടാ ഇവന്റെ മീശ കാണുമ്പോൾ നമ്മുടെ മൈത്രേയന്റെ മീശ പോലെ ഇല്ലേ. ഈ ഒരു എന്താ പറയാ ക്യാരക്ടർ സംസാരിക്കുന്നില്ലല്ലോ അധികം. ഫുൾ ഇങ്ങനെ ഇമോഷനാണ്, ഇങ്ങനെ ഫുൾ എല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പൊ അവസാനത്തെ ആ നിൽക്കുന്ന നിൽപ്പിലും ഒക്കെ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാം. വീട്ടിൽ രാത്രിക്ക് വരുന്ന സമയത്തും പിന്നെ ആ ലാലേട്ടൻ ലാസ്റ്റ് ലോക്ക് ചെയ്തിട്ട് പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് ഇപ്പം ലാലേട്ടനായിട്ട് ഒരുമിച്ച് ഒരു പക്ഷെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് അല്ലാതെയൊക്കെ നല്ല പഴക്കമുണ്ട്, നല്ല പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു ഷൂട്ട് ചെയ്യണു, ഇങ്ങനത്തെ ഒരു സീക്വൻസ് ചെയ്യുന്നു, ആ സമയത്ത് ലാലേട്ടന്റെ എഗെയിൻസ്റ്റ് ഇങ്ങനെ പറയുക, ലാലേട്ടനെ ലോക്ക് ചെയ്യുക, ലാലേട്ടനെ കൊല്ലാൻ നോക്കുന്നു, ആ സമയത്തേക്ക് അദ്ദേഹമായിട്ടുള്ള ആ ഒരു ഫീൽ അതെങ്ങനെയായിരുന്നു ഫർഹാൻ? ഇല്ല അത് ആക്ച്വലി നമ്മൾ അത്രയൊന്നും ആലോചിക്കില്ല. ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, അതെല്ലാം ഉണ്ട്. പക്ഷെ ലാലേട്ടൻ നമ്മൾ അങ്ങനെ കംഫർട്ട് ചെയ്ത് തരും. നീ എന്റെ മുമ്പിലാ പെർഫോം ചെയ്യുന്നുള്ള ചിന്തയൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ഇത് തരത്തില്ല. ഒരു സ്റ്റാറിന്റെയോ ഒന്നും തരത്തില്ല. ലാലേട്ടനായിട്ട് ഇങ്ങോട്ട് പറയും മോനെ ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊക്കെ ഇങ്ങോട്ട് പറയും. പിന്നെ ഓരോ ഷോട്ടിന് മുമ്പേ ലാലേട്ടൻ വന്ന് ചോദിക്കും. ഇപ്പൊ കോമ്പിനേഷൻ സീൻ ആണെങ്കിൽ എന്നോടല്ല എല്ലാ ആക്ടേഴ്സിനോടും ചോദിക്കും എന്താണ് മോനെ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഓക്കെ ഇതൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഞാൻ റിയാക്ട് ചെയ്യണം. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു സ്പേസ് കൊടുക്കും ഭയങ്കരമായിട്ട്. പിന്നെ ചില ഷോട്ടൊക്കെ കണ്ടിട്ട് നെട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര വൈറലായിട്ടൊരു സാധനം എന്റെ വൈറൽ പിടിച്ചിട്ടുള്ള ഒരു ചിരിയുണ്ട്, അത് ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഏറ്റവും ക്ലോസിൽ ഇത് കണ്ടത് ഞാനാണ്. ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാനിവിടെ ഇരിക്കുമ്പോ ഏറ്റവും ക്ലോസിൽ ഞാനാ കാണുന്നത്. ഇത് ഞാൻ കണ്ടിട്ട് അപ്പൊ ഞാനില്ല അതില്, ലാലേട്ടന്റെ ക്ലോസ് ആണ്, പക്ഷെ ഞാൻ ഉണ്ട് അവിടെ. ഞാനിത് കണ്ട് ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുക. തരുൺ കട്ടെന്ന് പറഞ്ഞതും ഞാൻ എഴുന്നേറ്റ് ഒറ്റ ഓട്ടോ ഓടി. അപ്പോഴത്തേക്കും ലാലേട്ടൻ ചോദിച്ചു എന്ത് പറ്റി. അപ്പൊ ഞാൻ തരുണേ പ്ലേ ബാക്ക് ഒന്ന് കാണിക്കും, പ്ലേ ബാക്ക് ഓടിപ്പോയിട്ട് ഫസ്റ്റ് ഇടാ പ്ലേ ബാക്കാ. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ലൊക്കേഷൻ എല്ലാരും അത് കണ്ടിട്ട് ഇങ്ങനെ, അതും അപ്പൊ പറഞ്ഞ സാധനം ഓൺ സ്പോട്ടിൽ പറഞ്ഞതാ. ലാലേട്ടൻ എല്ലാ ഷോട്ടിനും എന്താ സാറേ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞതാ ലാലേട്ടൻ, അല്ല തരുൺ പറഞ്ഞതാ, ലാലേട്ട ഇത് കണ്ടിട്ടൊന്ന് ആസ്വദിക്കണം, അവന്റെ പെയിൻ കണ്ടിട്ടൊന്ന് എൻജോയ് ചെയ്യണം, അതാണ് ഇപ്പൊ വേണ്ടത്. അത് നേരത്തെ പറഞ്ഞതല്ല, അപ്പം ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞ സാധനത്തിന് അപ്പൊ ഇട്ട റിയാക്ഷനാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂപ്പർ. ഇനി എന്തൊക്കെയാണ് ഫർഹാൻ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വേറെ ഇല്ല, ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് ഇറങ്ങിയിട്ട് വല്ലതൊക്കെ കമ്മിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ സിനിമയിൽ ഇനി ഈ കണ്ണുകളുടെ മാജിക് ഇതുമായിട്ട് സിനിമയിൽ തന്നെ സജീവമായിട്ട് അറിയില്ല, സജീവമാവേണ്ട ആളാണ്. അവനോട് ഞാൻ പറഞ്ഞ ഒരു കംപ്ലീറ്റ് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഈ സിനിമ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ലാലേട്ടനൊപ്പം നിന്നൊരു ക്യാരക്ടറാണ്. അപ്പൊ ആളുകൾക്ക് അതിന്റെ സ്നേഹം നിന്നോട് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പൊ അത് ആ സ്നേഹം കൃത്യമായിട്ടും നിനക്ക് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പം അവനത് ഹീറോ ആയിട്ടൊക്കെ വരും. അല്ല വേറെ ആരെക്കാട്ടിൽ നമുക്ക് അറിയേണ്ടത് പാച്ചിക്ക് അദ്ദേഹവും അമ്മയും എന്താ അവര് പാപ്പ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു പടം കണ്ടിട്ട്. ഇവരെല്ലാം വിളിച്ച് സെറ്റിൽ വന്നിരുന്നോ? ഇല്ല, സെറ്റിൽ വന്നില്ല. ഇവര് കുറെ വിളിച്ചിരുന്നു, വന്നില്ല.